അഡോബി ഇലിസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിലെ പുതിയൊരു എപ്പിസോഡാണിത്. ഈ സീരീസ് വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കളർ ഗൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമുക്ക് നല്ല കളർ കോമ്പിനേഷൻസ് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും സമയം കളയാതെ അത് പോയി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ കുറച്ച് ഐക്കൺസ് എടുത്തിട്ടുണ്ട് ഈ കളർ ഗൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കാനായിട്ട്. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ വന്നിട്ട് ഒരു ഫിൽ കളർ എന്തെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഈ ഒരു കളർ ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വിൻഡോയിൽ വന്നിട്ട് താഴോട്ട് വരുന്ന സമയത്ത് കളർ ഗൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതെടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലേ, ഈ ഒരു കളറാണിത്. ഇവിടെ സെലക്ട് ചെയ്ത കളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കളേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കളേഴ്സ് എന്ന് പറയുന്നത് കളർ തിയറി പ്രകാരം കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത്, അതായത് ഒരു ബന്ധമുള്ള രീതിയിൽ ഉള്ള കളേഴ്സാണ്. ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടും. ആ രീതിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പല രീതിയിൽ ഈ കളേഴ്സിനെ ജോയിൻ ചെയ്തിട്ടുള്ളത് കിട്ടും. പല കളർ കോമ്പിനേഷൻസ് കിട്ടും. കോംപ്ലിമെൻ്ററി, സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി, ലെഫ്റ്റ് കോംപ്ലിമെൻറ്റ്, റൈറ്റ് കോംപ്ലിമെൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. നമ്മൾ ഈ പേരെന്താണെന്നുള്ളത് നോക്കേണ്ടത് പല രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ക്ലിയറായിട്ട് എങ്ങനെയാണ് ഈ കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ വരും. ഇതിൽ കണ്ടില്ലേ എന്തിൻ്റെ ബേസിസിൽ എവിടെയൊക്കെ ഉള്ള കളേഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്കിതിൽ കാണാൻ പറ്റും. ഇതിൽ നമ്മളിപ്പം മോണോക്രോം എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിതൊന്നും നോക്കണ്ട, ഇത് ജസ്റ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അത് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ നോക്കേണ്ട ഇത്ര മാത്രമാണ്. ഇതിൽ നമ്മൾ എടുക്കുക, ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ കളേഴ്സ് കൊള്ളാം അല്ലെങ്കിൽ ഈ കളേഴ്സ് കൊള്ളാം, അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു കളേഴ്സിൻ്റെ കോമ്പിനേഷൻ എടുക്കുക, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇതിൽ കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഈ കളേഴ്സ് കളർ തിയറി പ്രകാരം ഒരു കോമ്പിനേഷൻ, നല്ലൊരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ കളർ തിയറി പ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഇവിടെ നമ്മൾ ഈ എടുത്ത ഓരോ കളേഴ്സിനും ഞാൻ വേറെ കുറച്ച് കളർ സെറ്റ് എടുക്കാം. ഈ വന്നിരിക്കുന്ന ഓരോ കളേഴ്സിനും ഇവിടെ നമുക്ക് അതിൻ്റെ ടിൻസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇതൊരു ഇത്തിരി ഡാർക്കായിട്ടുള്ളൊരു കളറായിപ്പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ലൈറ്റ് വേർഷനും അവൈലബിൾ ആണ്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിപ്പം ഇതിൽ വേണമെങ്കിൽ ഈ കളർ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതേപോലെ ഓരോ കളേഴ്സിനും അങ്ങനെയുണ്ട്. അപ്പം അതിൻ്റെ ടിൻറ്റും അവൈലബിൾ ആണ് ഇതിൽ. ഇനി നമുക്ക് വേറെ കളർ കോമ്പിനേഷൻസ് ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ മുമ്പ് കുറച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് അഡോബി കളർ വീൽ എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല കളർ കോമ്പിനേഷൻസ് കിട്ടും. ഇപ്പോൾ നമ്മൾ അഡോബി കളർ വീലിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ നേരത്തെ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നേരത്തെ കണ്ടത്. പക്ഷേ അത് കൂടാതെ നമുക്കിവിടെ ഒരു കളറിൻ്റെ ഒരു വീല് പോലെ കാണാൻ പറ്റും. ഇതും ഇവിടെയും കളർ തിയറി പ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കളേഴ്സ് കിട്ടാനായിട്ട് ഇവിടെ പല കളർ ഹാർമണി റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ കണ്ടതുപോലെ തന്നെയാണ് കോംപ്ലിമെൻ്ററി, സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ ഞാൻ ഇപ്പം കോംപ്ലിമെൻ്ററി എടുക്കുകയാണ്. കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, കണ്ടില്ലേ. നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഈ കോമ്പിനേഷൻസ് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ മാറ്റുന്നതനുസരിച്ച് ഇവിടെ ഈ കോമ്പിനേഷൻസ് മാറും. ഇത് നമ്മളിതാ ഇപ്പം ഇങ്ങനെ കൊണ്ടുവച്ചു. നമുക്ക് ഈ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ കോഡ് അവൈലബിൾ ആണ്. ഇത് ഞാൻ കോപ്പി ചെയ്യാം. ഇത് ഞാൻ Ctrl+C അടിച്ച് കോപ്പി ചെയ്യുന്നു. ഇല്ലുസ്ട്രേറ്ററിൽ വരുന്നു. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി, എനിക്ക് ആ കളർ കിട്ടും. അപ്പോൾ ഇതിൽ നോക്കേണ്ടത് ഇത് റൂൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കണ്ട. ഇത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കളർ കോമ്പിനേഷൻസ് വരുന്ന സമയത്ത് അതിനെ യൂസ് ചെയ്യുക. നമ്മൾ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറേ കളർ കോമ്പിനേഷൻസ് കിട്ടും. അതിൽ നമുക്കിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്താൽ അതിൻ്റെയും കളർ കോഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വർക്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അത് പല റൂൾസ് വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കളേഴ്സാണ്. അപ്പോൾ അതിൽ നമ്മളും കൂടെ നോക്കിയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, അസൈൻമെൻ്റായിട്ട് ചെയ്യേണ്ടത്,
ഇത് കണക്ക് കുറച്ച് കളർ കോമ്പിനേഷൻസ് നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കളർ കോമ്പിനേഷൻസ് ചൂസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.